യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ ക്ലാസ് ആണ്. ഈ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിക്കാം? അതെ, നമുക്ക് സയൻസ് പഠിച്ചാലോ? ആദ്യം തന്നെ നമുക്ക് സയൻസ് പഠിക്കാം. ഈ ക്ലാസ് നമ്മുടെ ഈ ക്ലാസ്സുകള് ഓരോരോ ടോപ്പിക്കിനനുസരിച്ച് ഞാൻ പഠിപ്പിച്ചു തരികയാണ് ചെയ്യുന്നത്. എൻ്റെ പേര് ഋഷികേഷ് എന്നാണ്. നിങ്ങൾക്ക് ഋഷി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് എന്നെ ഋഷി ചേട്ട എന്ന് വിളിക്കാം. ഓക്കെ, ഞാൻ 5ാം ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കുന്നത്. എൻ്റെ അംബീഷൻ ഒരു ടീച്ചർ ആവാനാണ്. അപ്പോൾ എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഫോട്ടോസിന്തസിസ് എന്നും പറഞ്ഞൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് മക്കളെ ഫോട്ടോസിന്തസിസ്? ഈ പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഫോട്ടോസിന്തസിസ്, ഞാൻ നിന്റെ മനസ്സ് വായിക്കട്ടെ. ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് ഫോട്ടോ അല്ലേ ഓർമ്മ വരുന്നത്? അതെ, നമ്മളുടെ ഓരോരോ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് ഫാമിലി ഫോട്ടോ ഒക്കെ ഇങ്ങനെ ക്യാമറ പകർത്തുന്നത് നമുക്കിപ്പോൾ ഓർമ്മ വരുന്നില്ലേ? ചേട്ടന് അറിയാൻ കേട്ടോ. മക്കളെ, പ്ലാന്റ്സ് ഉണ്ടല്ലോ, പ്ലാന്റ്സ് എങ്ങനെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ സസ്യങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയാമോ മക്കളെ? ഇപ്പോഴത്തെ കാലത്തൊക്കെ കുറെ പേര് ഇപ്പോൾ സ്വിഗ്ഗി ഇങ്ങനത്തെയുള്ള മീഷോ, ആമസോൺ എന്നുള്ള കുറെ ഇതിലൊക്കെ പർച്ചേസ് ഒക്കെ ചെയ്യുമല്ലേ. അപ്പോൾ കുറേ പേര് ഇപ്പോൾ ഫുഡ് പ്രിപ്പയർ ചെയ്യാതെ സ്വിഗ്ഗിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത്. വളരെ കുറച്ച് പേരെ വീട്ടിലൊക്കെ മാത്രമേ ഫുഡ് പ്രിപ്പയർ ചെയ്യുള്ളൂ, അമ്മയൊക്കെ പ്രിപ്പയർ ചെയ്യുള്ളൂ. പക്ഷേ മക്കളെ, ഈ സ്വിഗ്ഗിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത് ഫുഡ്സ് സേഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ നമ്മുടെ അമ്മയുടെ കൈപുണ്യം എവിടെയും കിട്ടില്ലല്ലേ. ആ അമ്മ ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റാണ് നമ്മളുടെ ഫുഡിൻ്റെ ടേസ്റ്റ് ശരിക്കും, അല്ലേ മക്കളെ? അവ നമ്മെ പോലെ മീൻസ് നമ്മുടെ പ്ലാന്റ്സ് നമ്മെ പോലെ ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, അവ സ്വയമായി പ്രിപ്പയർ ചെയ്യുകയാണ്. അതിന്റെ ഫുഡ് സ്വയമായി പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് മക്കളെ ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഫോട്ടോസിന്തസിസ് നമ്മളുടെ പ്രകൃതിയിൽ നിന്ന് നടക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ പ്രകൃതിയിലെ ചില കാര്യങ്ങൾ ഫോട്ടോസിന്തസിസിന് ആവശ്യമാണ്, അല്ലേ മക്കളെ? അപ്പൊ ഫോട്ടോസിന്തസിസിന് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് മക്കളെ? ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് നമുക്ക് അതിന്റെ കുറെ വിവരണങ്ങൾ പഠിക്കാം. കുറച്ച് വിവരണങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് 2 ന്യൂ വേർഡ്സും കൂടെ കിട്ടും കേട്ടോ. അതെന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. സൺലൈറ്റ്, സൂര്യപ്രകാശം എന്ന് ഫോട്ടോസിന്തസിസിന് വളരെ അത്യാവശ്യമാണ്. കാരണം നമുക്ക് എനർജി ഉണ്ടെങ്കിലല്ലേ നമുക്ക് എല്ലാം ചെയ്യാൻ ഒരു ആവേശം കിട്ടുള്ളൂ മക്കളെ. ആണല്ലേ? അതുപോലെ തന്നെ നമുക്ക് പ്ലാന്റ്സിന് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ പ്ലാന്റ്സിന് എനർജി കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ സൺലൈറ്റ് ആണ് എനർജി കൊടുക്കുന്നത്. അപ്പോൾ സൺലൈറ്റിന് ഈ ഫോട്ടോസിന്തസിസിന് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ സൺലൈറ്റ് ആണ് ആദ്യത്തെ നമ്മളുടെ ഫോട്ടോസിന്തസിസിന് വേണ്ടിയ ക്യാരക്ടർ. ഓക്കെ, സെക്കൻഡ് ഏതാണ് മക്കളെ? നമുക്ക് എല്ലാമായി നമുക്ക് അതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത നമ്മളുടെ സ്വന്തം വാട്ടറാണ്. വാട്ടർ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ മക്കളെ? ഇല്ലല്ലേ, വാട്ടറാണ്. അടുത്തതാണ് നിങ്ങൾക്ക് 2 ന്യൂ വേർഡ്സ് എന്ന് പറഞ്ഞില്ലേ? എന്തൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡും ക്ലോറോഫിലും. ഓക്കെ, ഇതെന്താണെന്ന് നമുക്ക് പഠിക്കാം. ആദ്യം നമ്മൾ സൺലൈറ്റിന്റെ യൂസ് എന്താണെന്ന് പഠിച്ചാലോ മക്കളെ? പഠിക്കാലോ. പ്ലാന്റ്സ് യൂസ് ലൈറ്റ് ഫ്രം സൺ ടു മേക്ക് ദെയർ ഫുഡ്. പ്ലാന്റ്സിന് ലൈറ്റ് വേണം. ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് എന്തിനാണ്? എനർജിക്ക് വേണ്ടിയാണ്. അപ്പോൾ സണ്ണിൽ നിന്ന് പ്ലാന്റ്സ് ലൈറ്റ് എടുത്തിട്ട് അവരുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യും. ഓക്കെ മക്കളെ, നെക്സ്റ്റ് വാട്ടറാണ്. വാട്ടർ ചുമ്മാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഓക്കെ, പ്ലാന്റ്സിൻ്റെ ഓരോരോ ഭാഗങ്ങൾ എന്തായിരുന്നാലും പ്ലാന്റ്സിന് അത്യാവശ്യമായിരിക്കും. നമുക്ക് തലയില്ലാതെ ജീവിക്കാൻ പറ്റുമോ മക്കളെ? ഇല്ലല്ലേ. അതേപോലെ നമുക്ക് വയറില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അതേപോലെ നമ്മുടെ പ്ലാന്റ്സിന് സ്റ്റെം ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല.
ഏറ്റവും അത്യാവശ്യമായ റൂട്ട് ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ഈ റൂട്ട് ഇല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ പ്രയാസമായിരിക്കും. റൂട്ട്സ് ആണ് പ്ലാന്റ്സിനെ വാട്ടർ മിനറൽസും അബ്സോർബ് ചെയ്തിട്ട് ഓരോരോ ലീഫിലോട്ട് എത്തിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ദ റൂട്ട്സ് ടേക്ക് വാട്ടർ ഫ്രം ദ സോയിൽ ആൻഡ് സെൻഡ് ഇറ്റ് ടു ദ ലീവ്സ്. ഓക്കെ, ലീവ്സിലോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ മക്കളെ, അത് ഓക്കെ ആണല്ലോ. അടുത്തത് ആദ്യത്തെ ന്യൂ വേർഡായ കാർബൺ ഡയോക്സൈഡ്. എന്താണ് മക്കളെ കാർബൺ ഡയോക്സൈഡ്? അറിയില്ലെങ്കിൽ ഒട്ടും വിഷമിക്കുന്ന. കാർബൺ ഡയോക്സൈഡ് എന്ന് വെച്ചാൽ ഒരു വാതകമാണ്. ഓക്കെ, നമ്മളുടെ എയറിൽ തന്നെ, നമ്മളുടെ കാറ്റുണ്ടല്ലോ, എയറിൽ തന്നെ കുറേ വാതകങ്ങളുണ്ട്. ഓക്കെ, നൈട്രജൻ, ഓക്സിജൻ, അതിൽപ്പെട്ട ഒന്നാണ് ഇത് മക്കളെ കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, അപ്പോൾ കാർബൺ ഡയോക്സൈഡ് എന്ന് വെച്ചാൽ ഒരു വാതകമാണ്. ഓക്കെ, നൈട്രജൻ നിങ്ങൾക്കൊന്നും പഠിക്കാനില്ല. അപ്പോൾ അതിൽപ്പെട്ട ഒരു വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആ വാതകത്തിൽ പെട്ട ഒന്നാണ് നമ്മുടെ ഓക്സിജൻ. ഓക്കെ, കാർബൺ ഡയോക്സൈഡിനെ പോലെ ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്നത് ഏതാണ് മക്കളെ? യെസ്, ഓക്സിജൻ ആണ്. ഓക്കെ, വെൻ വി ബ്രീത്ത് ഔട്ട്, നമ്മളിങ്ങനെ ബ്രീത്തിനായിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യൂലേ, നമ്മളിങ്ങനെ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ വി റിലീസ് കാർബൺ ഡയോക്സൈഡ്. ബ്രീത്തിൻ ചെയ്യുമ്പോൾ നമുക്ക് ഓക്സിജൻ ആവശ്യമാണ്. എന്താണ്ട് ഇവിടെ ഒരു പിക്ചർ ആണില്ലേ, അതേപോലെ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ നമുക്ക് ഓക്സിജൻ അത്യാവശ്യമാണ്. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ ഓക്സിജൻ എടുക്കും, ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ CO2 എന്നാണ് കാർബൺ ഡയോക്സൈഡിൻ്റെ ചുരുക്കം. കാർബൺ ഡയോക്സൈഡ് നമ്മൾ റിലീസ് ചെയ്യും. ഓക്കെ, when we breathe out we release carbon dioxide. Plants take in this gas from the air and prepare their own food. ഓക്കെ, പ്ലാന്റ്സ് ആണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡ് പ്ലാന്റ്സ് ഇങ്ങനെ എടുത്തിട്ട് പ്ലാന്റ്സ് ആ ഗ്യാസ് ഈ എയറിൽ നിന്ന് ആ ഗ്യാസ് എടുത്തിട്ട് അവരുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഈ കാർബൺ ഡയോക്സൈഡ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ഒട്ടും മറക്കല്ലേ. നിങ്ങൾ ഒട്ടും മടി കാണിക്കല്ലേ. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അതിൻ്റെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് വരുന്നതാണ്. അടുത്തയാണ് ക്ലോറോഫിൽ. ഓക്കെ, ക്ലോറോഫിൽ എന്ന് പ്രൊണൗൺസ് ചെയ്യാൻ എത്ര പാടായിരിക്കും? പേടിക്കേണ്ട മക്കളെ, നമ്മളിങ്ങനെ പ്രൊണൗൺസ് ചെയ്ത് പഠിച്ചാൽ എഴുതി പഠിച്ചാൽ സ്പെല്ലിംഗ് ഇതിൻ്റെ എന്തായിരുന്നാലും പഠിക്കണം കേട്ടോ. ക്ലോറോഫിൽ എന്ന് പറയുന്നത് ദ ഗ്രീൻ പിഗ്മെൻറ്റ് ഇൻ ലീവ്സ്. ഒരു പിഗ്മെൻ്റ് ഉണ്ട്, മീൻസ് നിങ്ങളിപ്പോൾ പുറകിൽ കാണുന്ന ഇലകളുണ്ടോ, എന്ത് പച്ചയാണല്ലേ. ഈ പച്ച കളർ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഈ ഇലകൾക്ക് പച്ച കളർ കൊടുക്കുന്നത് എന്താണ്? പച്ച കളർ നിങ്ങൾ ഇപ്പോഴോ മഞ്ഞ, ഇപ്പോഴെന്താ ചുമന്ന ചീരയുടെ ഇലയാണല്ലേ, റെഡ് ഇല എന്ന് നമുക്ക് പറയാം. ഇപ്പോഴോ ഓറഞ്ച് ഇല. ഈ ഇലകൾക്ക് ഇങ്ങനെ കളർ ഇങ്ങനെ മാറുന്നത് മക്കളെ? ഇപ്പം എന്താണ് ഇതിന് കാരണം? ഇതിനെല്ലാം കാരണം പിഗ്മെൻ്റ് ആണ്. ഓക്കെ, അതിനെക്കുറിച്ച് കൂടുതലൊന്നും പഠിക്കാനില്ല. അതിലെ ഒരു പിഗ്മെൻ്റ് ആണ് ക്ലോറോഫിൽ. നമ്മളുടെ ഈ ഗ്രീൻ ലീവ്സിന് ഗ്രീൻ കളർ കൊടുക്കുന്നത് ഏതാണ്? ക്ലോറോഫിൽ എന്ന പിഗ്മെൻ്റ് ആണ്. ക്ലോറോഫിൽ വിച്ച് ഗീവ്സ് ലീവ്സ് ഇൻ ഗ്രീൻ കളർ. ഓക്കെ, അത് മാത്രമാണ് നമ്മളുടെ ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്നത്? അല്ല, ഇറ്റ് ഹെൽപ്പ് ടു അബ്സോർബ് ദ സൺലൈറ്റ്. നമ്മൾ പറഞ്ഞു സൺലൈറ്റ് ഒരു പ്ലാന്റ്സിന് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ എന്തായിരുന്നാലും ആവശ്യമുള്ള ഒരു എനർജിയാണ് നമ്മളുടെ സൺലൈറ്റ്. ഓക്കെ, അപ്പോൾ സൺലൈറ്റ് ഇങ്ങനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ക്ലോറോഫിൽ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഹൗ ഡസ് ഫോട്ടോസിന്തസിസ് ഹാപ്പൻ? എങ്ങനെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്? ഓക്കെ, എങ്ങനെയാണ് മക്കളെ? എങ്ങനെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്? യൂസിങ് ദ സൺസ് എനർജി പ്ലാന്റ്സ് കമ്പൈൻ വാട്ടർ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ടു മേക്ക് their food is called glucose. ഗ്ലൂക്കോസ് എന്ന് പറയുന്ന അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യൂലേ, ആ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡിൻ്റെ പേരാണ് മക്കളെ ഗ്ലൂക്കോസ് എന്നാണ്. ഓക്കെ, ആസ് ദ റിസൾട്ട് പ്ലാന്റ്സ് റിലീസ് ഓക്സിജൻ വിച്ച് വി ബ്രീത്ത്. നമ്മളിപ്പോൾ ശ്വസിക്കുന്ന ഓക്സിജൻ ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ ഫോട്ടോസിന്തസിസിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് ഉപയോഗമുണ്ട്. ഓക്കെ, നമ്മളിന്ന് പ്ലാന്റ്സ് ഒന്നും വാങ്ങിക്കുന്നില്ല. ഒന്നും വാങ്ങിക്കുന്നില്ല.
ഓക്കെ. പക്ഷേ നമുക്ക് ഉപയോഗമുള്ള കാര്യമാണ് പ്ലാന്റ്സ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാന്റ്സിനെ ആരെങ്കിലും നശിപ്പിക്കാൻ പാടുണ്ടോ? പ്ലാന്റ്സ് നമ്മളോട് എന്താണ് മക്കളെ തെറ്റ് ചെയ്തിട്ടുള്ളത്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ പ്ലാന്റ്സിനെ ട്രീസിനെ കട്ട് ഔട്ട് ചെയ്യരുത്. ഓക്കെ. നിങ്ങൾ അങ്ങനെ ആരെങ്കിലും കണ്ടാൽ അവരടുത്ത് പറയണം, പ്ലീസ് ഇത് കട്ട് ഔട്ട് ചെയ്യല്. ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സുണ്ട്. അതിലുകൊണ്ട് നമുക്ക് അവർ റിലീസ് ചെയ്യുന്ന ഓക്സിജനാണ് നമ്മൾ ശ്വസിക്കുന്നത്. പ്ലാന്റ്സും ട്രീസൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ഓക്സിജൻ കിട്ടൂല. ഓക്കെ. അതുകൊണ്ട് നമ്മൾ ജീവൻ തന്നെ ആപത്തായിട്ട് ഉണ്ട്. ഓക്കെ. അങ്ങനെ പറയണം. ഓക്കെ മക്കളെ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടോ? ഇനി ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി ഒരു പാട്ട് കൂടെ ഉണ്ട്. അതിനു മുമ്പേ ക്ലോറോപ്ലാസ്റ്റേഴ്സ് എന്നും പറയുന്ന ഒരു സംഭവം കൂടെ നമ്മുടെ ലീവ്സിൽ കാണുന്നുണ്ട്. അതും ഫോട്ടോസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലോറോപ്ലാസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പിക്ചർ കാണാൻ പറ്റും. അതും ഫോട്ടോസിന് ഫോട്ടോസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി നമുക്ക് ഒരു പാട്ട് പാടിയാലോ? പാടാം മക്കളെ. Photosynthesis. Pada. Okay. Plants need food but can't take it. Insect, they have to bake it. Plants need food but cannot take it. Insect, they have to bake it. In the leaves you cannot see chloroplasts, so tiny with chlorophyll inside. Sunlight, carbon dioxide and water when it's finally done. There is oxygen from air and sun. That is photosynthesis. Plants need food but can't take it. Insect, they have to bake it. Insect, they have to bake it. താങ്ക് യു. ഇത് നമ്മളുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ക്ലാസ്സിലോട്ട് ഇനിയും നമ്മളുടെ ക്ലാസ് വരുന്നതായിരിക്കും. അടുത്തത് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന സോളാർ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക് ഇടാനാണ്. കുറച്ച് പേര് എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്ക് പാടാണ് സോളാർ സിസ്റ്റം. ഓക്കെ. അപ്പോൾ നമ്മൾ അതിടാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ടോപ്പിക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ. അപ്പോൾ ദിസ് ഈസ് ഋഷി സാർ. ബൈ ബൈ.